കല്യാണം കഴിക്കേണ്ട മോഹമായിട്ട് ഒരു വർഷം മുമ്പ് ഞാൻ മാട്രിമോണിയിൽ അക്കൗണ്ട് എടുത്തു. അപ്പം പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. മാച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് വൈബ് മാച്ച് ആവുന്നില്ല. വൈബാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വൈബ് മാച്ച് ആവാതെ വന്നപ്പോഴത്തേനും എന്ത് ചെയ്തു, പിന്നെ വൈബ് മാച്ച് ആയവർ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേനും ജാതകം നോക്കുമല്ലോ. അപ്പം ജാതകവും മാച്ചായില്ല. ജാതകവും മാച്ചായില്ല, വൈബും മാച്ചായില്ല. പിന്നെ തേർഡ് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും എബ്രോഡ് സെറ്റിൽഡാണ്. അവർക്ക് അവിടെ സെറ്റിൽ ആവാനായിട്ടുള്ള ആൾ വേണം. എനിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. അപ്പം എന്ത് ചെയ്തു, ഡേറ്റിംഗ് ആപ്പ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇൻട്രസ്റ്റ് ഇത് പൊളിക്കും. അങ്ങനെ അക്കൗണ്ട് എടുത്തു. ആൾക്കാരുടെ പ്രൊഫൈൽസ് നോക്കുമ്പം ഒന്നവിടെ എഴുതിയേക്ക് നോട്ട് ഫോർ എനിത്തിങ് സീരിയസ്. അപ്പോൾ അവർക്ക് സീരിയസ് റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, ടൈം പാസ്. നമുക്കത് പറ്റത്തില്ല. സോ റിജക്റ്റഡ്. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവർ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തന്നെ അവർക്കങ്ങ് ഇൻട്രസ്റ്റ് ആയി. അവർ പ്രപ്പോസ് ചെയ്തു. എങ്ങനെ ഇത് പറ്റുന്നു? കുറച്ച് വേറെ ആൾക്കാരുണ്ട്. നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാഞ്ഞത്. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പിടിച്ച് അവിടെ വന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക, വൈ യു ആർ നോട്ട് റിപ്ലൈയിങ്. എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത്? ഇഷ്ടമാഞ്ഞിട്ട്. അതുപോലും മനസ്സിലാക്കാത്ത വേറെ കുറച്ച് ആൾക്കാർ. ഈ ഫുൾ കാറ്റഗറി കഴിയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് സെറ്റാവില്ല. മാട്രിമോണിയിൽ റോസ്റ്റിംഗ് ആണെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൽ ഗോസ്റ്റിംഗ് ആണ്. അമ്മാതിരി പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അതും വിട്ടു. ഇപ്പം ഞാനൊരു കാര്യം കൺക്ലൂഡ് ചെയ്തു, ഇതൊന്നും സെറ്റാവില്ല. എൻ്റെ സോൾമേറ്റ് ഓൺ ദ വേ ആണ്. ഞാൻ വെയിറ്റ് ചെയ്യുക. എവിടെയോ ചെറിയൊരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. വരും. എനിക്ക് നല്ല ഹോപ്പുണ്ട്, വേഗം വരും. വരുമായിരിക്കും. വരാതെ എവിടെ പോവാനാ? എവിടാണെങ്കിലും വേഗം ഇങ്ങ് വാ. വെയിറ്റിംഗ്